ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ 11ാമത്തെ എപ്പിസോഡാണ്. തരുണിനോട് അമ്മ പറയും, നമുക്ക് ആ കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ. അവരെന്തിനാ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? നമ്മുടെ കുഞ്ഞിനിപ്പോ ആവശ്യം പാലൂട്ടാൻ ഒരാളാണ്. തരുൺ പറയും, ആ സ്ഥാനത്തേക്ക് ഞാൻ മറ്റൊരാളെ അന്യ സ്ത്രീയെ കൊണ്ടുവരണോ? അമ്മ പറയും, എന്റെ പൊന്നു തരണേ, നീ ഇതിനെത്ര ഇമോഷണൽ ആയിട്ട് കാണേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞിന് ആവശ്യമായ സ്നേഹവും ലാളനയും ഒന്നും കിട്ടാനുള്ള അവസരം ദയവായിട്ട് കൊടുത്തില്ല. ഇപ്പതാ നമ്മുടെ കുഞ്ഞിനെ എല്ലാം കൊടുക്കാനായി ഒരമ്മ വരുമ്പോ നമ്മളത് നിരസിക്കണോ? കുറച്ചു ദിവസത്തേക്കെങ്കിലും പാല് കൊടുത്തേ മതിയാവുന്ന ഡോക്ടർ പറഞ്ഞത്. മറ്റു ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നത് വരെയെങ്കിലും ആ കുട്ടിയെ നമ്മുടെ കൂടെ കൂട്ടുന്നത് നല്ലതല്ലേ? തരുൺ പറയും, ഉദ്ദേശശുദ്ധി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുവേണ്ടി ഒരാരാണ് എന്താണ് എന്നൊന്നും അറിയാത്തൊരു സ്ത്രീയെ. അപ്പൊ അമ്മ പറയും, എന്റെ തരണേ, നീ എല്ലാത്തിനെയും നിന്റെ പോലീസ് ബുദ്ധി വെച്ച് അളക്കല്ലേ. അവളെ കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വന്നത്. നീ ജനിക്കുന്ന സമയത്ത് കൂടെ ആരും ഇല്ലാതെ ഒറ്റയ്ക്കായി എന്നെ. എനിക്ക് നീയെങ്കിലും ഉണ്ടായിരുന്നോ? പാവം, അതിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ ശരിയാ. ആ, എത്ര കാലം നമ്മളെ കൂടെ കൂട്ടാന്ന് അമ്മ വിചാരിക്കുന്നത്? അമ്മ പറയും, ജീവിതകാലം മുഴുവനൊന്നും വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു 6 മാസത്തേക്കെങ്കിലും അവൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാലോ. ഇപ്പോൾ അവളുള്ളത് നമുക്കും നമ്മളുള്ളത് അവൾക്കും അനുഗ്രഹ. അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ നിനക്ക് ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ? തരുൺ പറയും, അല്ല, അമ്മ തീരുമാനിച്ച എന്തെങ്കിലും എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? തൽക്കാലം ഒരു 6 മാസത്തേക്ക് നിൽക്കാൻ പറ. അത് കഴിഞ്ഞാ മോൾക്ക് വേറെ ഭക്ഷണം കൊടുത്തു തുടങ്ങാം. അപ്പോഴേക്കും ഇപ്പോഴത്തെ ഈ ട്രോമയെന്ന് അവരും പുറത്തു വരട്ടെ. അമ്മ പറയും, അല്ലെങ്കിലും അമ്മ പറയുന്നതിനെതിരായിട്ട് നീ ഒന്നും ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എന്നാ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇടന്ന് പോകും. ശേഷം പിന്നീട് വേദ ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ട് അവിടെ ഇങ്ങനെ നടക്കട്ടോ. അപ്പോഴായിരിക്കും അമ്മ അങ്ങോട്ട് വരുന്നത്. ഇതാരാ വരുന്നേ നോക്കിക്കേ എന്ന് മോളോട് പറയൂട്ടോ വേദ. അങ്ങനെ അവരും കുഞ്ഞിനെ കളിപ്പിക്കും. ശേഷം പറയും, കുഞ്ഞിനെ ഇങ്ങനെ തന്നിട്ട് മോള് പെട്ടെന്ന് റെഡി ആയിക്കേ, നമ്മളിന്ന് ഒരുമിച്ചാ വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് വലിയ സന്തോഷമാവും. അങ്ങനെ ശേഷം വേദ ഒരുങ്ങാട്ടോ. അപ്പോഴേക്ക് തരുൺ ബാഗെല്ലാം കാറിൽ കൊണ്ടുവെക്കും. അങ്ങനെ കുഞ്ഞുമായിട്ട് വേദ വരുന്നത് കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ തരുണിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് അമ്മേനോട് കണ്ണുകൊണ്ട് കാണിക്കും എടുക്കാനായിട്ട്. അപ്പം തന്നെ അമ്മ എടുക്കുമ്പോൾ വേദയ്ക്ക് എന്തോ ഒരു വിഷമം തോന്നാണ്. അങ്ങനെ തരുൺ അപ്പം തന്നെ കുഞ്ഞിനെ വാങ്ങിക്കും. വേദയുടെ മുഖത്ത് ആകെ ഒരു വിഷമം. അപ്പം പറയും, നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ അവർ കാറിൽ കയറി പോവാട്ടോ. തരുൺ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. വേദ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് ഇത് കാണാം. വേദയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വീട്ടിലെത്താം. അച്ഛൻ്റെ മോള് കരയല്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെടുത്ത് തരുൺ അകത്തേക്ക് പോവും. വേദ ആകെ വല്ലാത്ത അവസ്ഥയില്. അപ്പോഴേക്കും അവിടെയുള്ള സെർവൻസ് ഒക്കെ വരും കേട്ടോ. ഇതാരാ എന്ന് അവരിങ്ങനെ പരസ്പരം ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും, നിങ്ങൾ ബാഗൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കുമെന്ന്. എന്നിട്ട് ഇവരകത്തേക്ക് പോകും കേട്ടോ. അങ്ങനെ സേതുലക്ഷ്മി വേദയ്ക്ക് റൂം കാണിച്ചു കൊടുക്കും. മോള് ഈ റൂം ഉപയോഗിച്ചോ, സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ, അല്ലമ്മേ മോളെ ഞാനിങ്ങോട്ട് കൊണ്ടുവരാം, മോള് റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ അമ്മ അവിടുന്ന് പോകും. വേദ റൂമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. തരുൺ കുഞ്ഞുമായിട്ട് റൂമിലേക്ക് ചെന്ന് രാധികയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ സങ്കടത്തിൽ കരയാട്ടോ. ഇത് കാണുന്ന അമ്മയ്ക്ക് വല്ലാത്ത സങ്കടാകും. അമ്മ അത് നോക്കി വിഷമത്തോടെ നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞ് നന്നായിട്ട് കരയൂട്ടോ. ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് സങ്കടാകും, ആകെ ഒരു ടെൻഷനൊക്കെ. അപ്പോഴേക്കും സേതു അമ്മ കുഞ്ഞിനെ വേദയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കാട്ടോ. വേദ വേഗം വാങ്ങിച്ച്, എന്തെടുക്ക കരയണേ എന്ന് വെച്ചിട്ട് വേഗം പാലൊക്കെ കൊടുക്കാൻ തുടങ്ങുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിങ്ങനെ വെറുതെ കരയുന്നുണ്ട് കേട്ടോ. ഈ സമയം തരുണിനാണെങ്കിൽ ഒരു സമാധാനമില്ല. തരുൺ ആകെ അസ്വസ്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് റൂമിൻ്റെ അടുത്ത് വന്നിട്ട്. അങ്ങനെ കുഞ്ഞിനെ പാല് കൊടുക്കുമ്പോൾ ആ കരച്ചിൽ നിൽക്കും കേട്ടോ. അങ്ങനെ അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ തരുൺ വയ്ക്കും, അമ്മ കുഞ്ഞെവിടെ? മോൾ ഉറങ്ങി. തരുൺ എടുക്കാൻ പോകുമ്പോഴേക്കും, നീ എങ്ങോട്ടാ മോളെ എടുക്കാൻ? കുഞ്ഞ് അവളുടെ കൂടെ കിടന്നുറങ്ങി. ഇപ്പം എടുത്താൽ ഉണരും, വീണ്ടും കരച്ചിലാകും. അതുകൊണ്ട് കുഞ്ഞ് അവളുടെ കൂടെ ഉറങ്ങിക്കോട്ടെ. തരുണൊട്ടും താല്പര്യമില്ല. നീ വാ, കുഞ്ഞ് കുറച്ചു നേരം കൂടെ അവളുടെ കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അമ്മ തരുണിനെ അവിടുന്ന് കൊണ്ടുപോവാ. വേദയുടെ അടുത്ത് കുഞ്ഞ് സുഖമായി കിടന്നുറങ്ങട്ടോ. വേദ ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് മോളെ. ശേഷം പിന്നീട് തരുണാണെങ്കിൽ സ്വന്തം റൂമിൽ തൊട്ടിലൊക്കെ കെട്ടാൻ തുടങ്ങിട്ടോ. ശേഷം ആ താഴെ ചെല്ലുമ്പോൾ കുഞ്ഞു മാത്രം കട്ടിലുള്ളൂ കേട്ടോ. അങ്ങനെ എന്താ വാവേ എന്നൊക്കെ ചോദിച്ച് തരുൺ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കും. ശേഷം കുഞ്ഞിനെ അവിടുന്ന് എടുത്തുകൊണ്ട് പോവാട്ടോ. വേദ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കാഴ്ച കാണാനേ തരുൺ പറയും, റൂമിൽ തൊട്ടിൽ കെട്ടിയിട്ടുണ്ട്, ഇനി അവൾ അവിടെ സുഖമായിട്ട് ഉറങ്ങിക്കോളും എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോകും. വേദയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് പോലും കേൾക്കുന്നില്ല. അങ്ങനെ തരുൺ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്ത് അകത്ത് കൊണ്ടുപോയി തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടി ആട്ടി ഉറക്കാട്ടോ. ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. കുഞ്ഞ് നന്നായിട്ട് ആക്റ്റീവാട്ടോ. ഈ സമയം വേദയും അമ്മയും ഇത് വന്നിങ്ങനെ നോക്കും. വേദയ്ക്ക് സങ്കടാവുന്നുണ്ട്. ഒന്നും പറയാതെ അവിടുന്ന് പോകും. അമ്മയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. തരുൺ കുഞ്ഞിൻ്റെ കൂടെ ഭയങ്കര ഹാപ്പി ആട്ടോ. വേദയാണെങ്കിൽ സങ്കടത്തോടെ റൂമിലിരിക്കണേ. അങ്ങനെ ദിവസങ്ങൾ പതിയെ കഴിഞ്ഞു പോകും. പാൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് വേദയുടെ കയ്യിൽ കുഞ്ഞിനെ കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ തരുണിൻ്റെ കയ്യിൽ വേണം കേട്ടോ. തരുണിന് വേണ്ടി അമ്മ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ തരുൺ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് ലാളിച്ച് ഇങ്ങനെ കളിപ്പിക്കുക കേട്ടോ. ഒരു ദിവസം വേദ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വിക്രം കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുന്ന പോലെ തോന്നുമ്പോൾ വേദ ഇങ്ങനെ നോക്കി നിൽക്കും. പെട്ടെന്നാണ് അത് തരുണാണെന്ന് ഓർക്കുക. ശേഷം വിക്രം ഇങ്ങനെ ജയിലിലിരിക്കുക കേട്ടോ. വിക്രമിന് ആകെ ഒരു വിഷമാണ്.
അങ്ങനെ വിക്രം പിന്നെ എന്ത് ജോലി ചെയ്യുമ്പോൾ വിക്രമിനെ തല്ലാൻ വന്ന ഗുണ്ടകളുണ്ടല്ലോ, അവരിങ്ങനെ അടുത്തൂടെ പോകുമ്പോൾ വിക്രം ഒന്ന് നേരെ നോക്കുമ്പോൾ തന്നെ അവന്മാർ പേടിച്ച് പോകും കേട്ടോ. ഇത് കാണുമ്പോൾ വിക്രം ഇങ്ങനെ ചിരിക്കും. പിന്നെ കാണിക്കുന്നത് വിക്രമിന്റെ കൂടെ ഉണ്ടായിരുന്നൊരു വയസ്സായ ചേട്ടനുണ്ടായിരുന്നല്ലോ, അങ്ങനെ പുറത്തിറങ്ങാം കേട്ടോ. പുറത്തിറങ്ങുമ്പോൾ വിളിക്കണം കേട്ടോ. അപ്പോൾ വിക്രം പറയും ഞാൻ എപ്പോൾ പുറത്തിറങ്ങാനാ. അങ്ങേര് പറയും ഹൈക്കോടതിയിൽ നമ്മൾ അപ്പീൽ പോയിട്ടുണ്ടല്ലോ, അത് പെട്ടെന്ന് വിധി വരും, നീ റിലീസാകും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണേ. വിക്രം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അങ്ങേര് എന്ത് പറയാനാ, അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും അമ്മയും കൂടെ കുഞ്ഞിനെ കുളിപ്പിക്കുകയാണ്. നമ്മളൊക്കെ കുഞ്ഞു മക്കളോട് സംസാരിക്കുന്ന പോലെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. തണുക്കുന്നുണ്ടോ, എങ്ങനെയുണ്ട്, സുഖല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും വരുൺ അങ്ങോട്ട് വന്നിരിക്കും കേട്ടോ. ഇത് വേദയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അമ്മയ്ക്കും നിനക്കൊന്നും ജോലിയില്ലടാ. അപ്പോൾ തരുൺ പറയും ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തു. ഇവളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും സന്തോഷം എന്താ ഉള്ളത്. ഇത് നോക്കമ്മേ, ഇത് മോൾക്ക് വേണ്ടി വാങ്ങിച്ച പാദസര എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. വേദയും അമ്മയും ഇങ്ങനെ പരസ്പരം നോക്കുക. അമ്മ പറയും പാദസരല്ല, കാലത്തള ഏടേണ്ടത്, അതും 28ാമത്തെ ദിവസം ചരട് കിട്ടുന്ന ദിവസം ആയിക്കോട്ടെ. അപ്പം നമുക്ക് മോളുടെ ആദ്യത്തെ ചടങ്ങ് ഗംഭീരാക്കണം. അമ്മേ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവളെ റൂമിലേക്ക് കൊണ്ടുവന്നോളൂ, ഞാൻ ഉറക്കിക്കോളാം എന്ന് പറഞ്ഞ് തരുൺ അവിടെ നിന്ന് എണീറ്റ് പോകുക. അങ്ങനെ കുളിപ്പിച്ച് തുടച്ച് കഴിഞ്ഞാലേ അവിടെ ഉണ്ടായിരുന്ന സെർവൻറ്റിൻ്റെ അടുത്ത് അമ്മ പറയും കുഞ്ഞിനെ തരുണിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനേ. വേദയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല, എങ്കിലും ഒന്നും പറയാൻ നിർവാഹമില്ല. വേദ പിന്നാലെ പോകുമ്പോൾ വേദ മോളെ എന്ന് വിളിച്ച് സേതുഅമ്മ പിന്നാലെ ചെന്നിട്ട് പറയും മോളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ തരുൺ ഇങ്ങോട്ട് വരും. വേദയ്ക്കും ഞാൻ എന്നെടുത്ത തീരുമാനം തെറ്റായിപ്പോയല്ലമ്മേ. ആ സമയത്ത് അതിനേക്കാളും വേറെ നല്ലൊരു വഴിയില്ലെന്ന് മോള് തന്നെയല്ലേ നിശ്ചയിച്ചത്. വേദ പറയും ആ സമയം മാത്രമല്ല ഇപ്പോഴും എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല. പക്ഷെ ഒരു തെറ്റുപോലും ചെയ്യാത്ത അമ്മയുടെ മോനെ പറ്റിക്കല്ലേ എന്നുള്ളൊരു തോന്നല് ഏതെങ്കിലും വിധത്തിൽ തരുൺ ഇതറിയാൻ ഇടയായ തരുൺ ആ ഷോക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? അപ്പൊ അമ്മ പറയും ഇപ്പൊ അറിഞ്ഞാൽ പോലും അവനത് ഉൾക്കൊള്ളാൻ പറ്റുമോന്നാ എന്റെ പേടി. അപ്പൊ ഇനി വൈകും തോറും അത് കൂടുതൽ പ്രശ്നമാവില്ലേ? അമ്മയും ഞാനും ചേർന്ന് തരുണിനെ ചതിച്ചൊന്നും തോന്നില്ലേ? നാളെ അവളുടെ ശരിക്കുള്ള മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അമ്മ പറയും ശരിയാ മോളെ, സത്യം പറയുന്നത് തന്നെയാണ് ശരി എന്ന് എനിക്കും തോന്നുന്നു. പക്ഷേ ഇനി ഞാൻ പറഞ്ഞ ശരിയാവൊന്നും തോന്നുന്നില്ല. അതാ വേദ പറയും ഞാൻ പറഞ്ഞോളാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുന്നിലെ എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാലോ. വേട്ടയാടുന്ന സകല ആളുകളെ കുറിച്ച് എനിക്ക് അറിയിക്കാലോ. അതുകൊണ്ട് മാത്രം എനിക്ക് ഇങ്ങനൊരു നുണ പറയേണ്ടി വന്നതെന്ന് പറയാലോ. ഒരുപക്ഷെ അംഗീകരിക്കില്ലായിരിക്കും, എന്നോട് ദേഷ്യം തോന്നുമായിരിക്കും, ഇറക്കി വിടുമായിരിക്കും. എന്നാലും യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതല്ലേ അമ്മ നല്ലത്. അമ്മ പറയും അവനത് ഉൾക്കൊള്ളാനായ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അക്കാരണം കൊണ്ട് നിന്നെ എവിടേക്കെങ്കിലും ഇറക്കി വിടാൻ അമ്മ സമ്മതിക്കില്ല മോളെ. പക്ഷേ അവനെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ധൈര്യം അമ്മയ്ക്കില്ല. വേദ പറയും വേണ്ട, അത് ഞാൻ പറയുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് വേദ പോകാൻ തുടങ്ങുമ്പോ വേദമോളെ അതിപ്പോ തന്നെ വേണോ? വൈകിച്ചിട്ട് എന്തിനാ അമ്മേ, എത്രയും വേഗം ആവുന്നത് നല്ലത് എന്ന് പറഞ്ഞ് വേദ പോകുമ്പോ അമ്മ സങ്കടത്തോടെ നിൽക്കുക. വേദ റൂമിലേക്ക് ചെല്ലുമ്പോ ആ തരുൺ കുഞ്ഞിനെ ഉറക്കാട്ടോ. ആ ഭൂതത്തിന്റെ പാട്ട് പാടിക്കൊണ്ട്, അതായത് അമ്മയുടെ വേഷം കിട്ടി വന്ന ആ ഭൂതത്തിന്റെ പാട്ട്. വേദ ഇത് കേൾക്കുമ്പോൾ അവിടെ സ്റ്റെക്ക് ആവട്ടോ. അപ്പോൾ തരുൺ പറയും കുഞ്ഞിന്റെ അടുത്ത് മോള് കുറച്ചുകൂടെ വലുതാവുമ്പോൾ ഭൂതത്തിന്റെ കഥ അച്ഛൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ കുറേ കഥകളുണ്ട്, അതൊക്കെ കേട്ടിട്ട് വേണം എൻ്റെ മോള് വളരാൻ. ആ സമയം കുഞ്ഞുങ്ങളെ വെയിൽ ഉണ്ടാവുമ്പോൾ മരത്തിന്റെ അടിയിൽ പോയി നിൽക്കും. ഈ ഭൂതം എന്ത് ചെയ്യുന്നറിയോ? ഒരു പശുവിനെയും ഭൂതം ഉപദ്രവിക്കില്ല. പിന്നെ എന്താ ചെയ്യാന്നറിയോ? ആരും കാണാതെ ആ പശുവിന്റെ അമ്മിഞ്ഞപ്പാല് കുടിച്ചിട്ട് കുമ്പ് നിറച്ച് തിരികെ പോകും. അപ്പൊ എന്റെ കുഞ്ഞുമോള് പറ ഭൂതം ശരിക്കും പാവല്ലേ? ഇനിയും പറഞ്ഞുതരാൻ കുറേ കഥകളുണ്ട്, അത് കേട്ട് എന്റെ കുഞ്ഞു വളരൂട്ടോ. വേദ ഇത് കേട്ട് ചിരിക്കുക. അങ്ങനെ വലുതാകും. അപ്പോഴും ദാ ഈ കുഞ്ഞിക്കാലെ അച്ഛൻ്റെ നെഞ്ചത്ത് പച്ച കുത്തി ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞത് കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോൾ വേദ ഞെട്ടിപ്പോവാട്ടോ. അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്